ഗസ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നാളെ ദോഹയിൽ നടക്കും. മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംഘം ദോഹയിലെത്തും. കൂട്ടക്കുരുതി തുടരുന്ന സാഹചര്യത്തിൽ ഹമാസ് സംഘം ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. MCA നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും. MCA, നാളത്തെ ദോഹ ചർച്ചയിൽ ആരൊക്കെയാണ് എങ്ങനെയെങ്കിൽ പങ്കെടുക്കുക? ഹമാസിന് വേണ്ടി മറ്റേതെങ്കിലും പ്രതിനിധികൾ പങ്കെടുക്കുകയാണോ ചെയ്യുക? എത്ര കണ്ട് പ്രതീക്ഷ ഈ ചർച്ചയിൽ നമ്മൾ വെക്കേണ്ടതുണ്ട്? സൈഫുദ്ദീൻ, എന്തായാലും 10 മാസം നീണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഈ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ ദോഹ വേദിയാവുന്നത്. നേരത്തെ പല തലങ്ങളിലായിട്ട് പാരീസിലും അതോടൊപ്പം തന്നെ കെയ്റോയിലും ഖത്തറിലും ഒക്കെ നടന്ന ആ ചർച്ചകളൊന്നും തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിൽ പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും നാളെ നടക്കുന്ന ചർച്ചയിൽ ഹമാസ് പൂർണ്ണമായിട്ടും പങ്കെടുക്കുകയില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുകയില്ല എന്നാണ് US സ്റ്റേറ്റ് വകുപ്പ് അല്പം മുമ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഖത്തർ അറിയിച്ചിരിക്കുന്നത് ഹമാസിന്റെ പ്രാതിനിധ്യം ഈ ചർച്ചയിൽ ഉണ്ടാകും എന്നുകൂടിയാണ് അറിയിച്ചതെന്നാണ് US സ്റ്റേറ്റ് വകുപ്പിൻ്റെതായിട്ടുള്ള പ്രതികരണം അല്പം മുമ്പ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാളെ ചർച്ച ആരംഭിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഹമാസ് ഇതിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കുന്നില്ല എന്നൊരു നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിൽ എത്താൻ സാധിക്കുക. കാരണം ഹമാസിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാക്കളൊക്കെ തന്നെ ഖത്തറിൽ ആണുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ വേണമെങ്കിൽ ഏത് ഘട്ടത്തിലും ഒരുപക്ഷെ നാളെ ചർച്ച ആരംഭിച്ച് തുടർ ചർച്ചകളിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും. ഏതായാലും ഖത്തർ ഇത് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഉറപ്പ് നൽകിയെന്നാണ് US സ്റ്റേറ്റ് വകുപ്പ് അല്പം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മൊസാദ് മേധാവിയുടെ നേതൃത്വത്തിൽ ആണ് ഈ സംഘം ദോഹയിലേക്ക് എത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ സുരക്ഷാ പ്രതിനിധികൾ ഉണ്ടാകും. ഈ ബന്ദികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ ഏകോപനം നടത്തുന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വെടിനിർത്തലിന് ഉതകുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം ഈ സംഘം മുന്നോട്ട് വെക്കുമോ എന്നത് സംബന്ധിച്ച ചോദ്യമാണ് ഇപ്പോൾ പോലും ബാക്കിയാവുന്നത്. കാരണം നെതന്യാഹു ആ അർത്ഥത്തിലുള്ള ഒരു വിപുലമായിട്ടുള്ള അധികാരം ഈ സംഘത്തിന് നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും നാളെ നടക്കുന്ന ചർച്ചയിലൂടെ കൃത്യമായി തന്നെ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നൊരു നിർബന്ധ ബുദ്ധിയിലാണ് അമേരിക്ക ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം അതല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. തൽക്കാലം യൂറോപ്യൻ രാജ്യങ്ങളുടെയും മറ്റും ശക്തമായിട്ടുള്ള ഇടപെടലിനെ തുടർന്നാണ് ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തുന്ന ഈ നടത്തുമെന്ന് പ്രഖ്യാപിച്ച പ്രത്യാക്രമണം ഇപ്പോൾ നീണ്ടുപോകുന്നത്. പക്ഷേ ഇനിയും കാത്തിരിക്കുന്നത് കൂടുതൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ നാളെ ആരംഭിക്കുന്ന ഈ ചർച്ചയിലൂടെ തന്നെ എത്രയും പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക് എത്തുക എന്നതാണ് അമേരിക്കയുടെ താല്പര്യമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. പക്ഷേ അതിൽ ആ ചർച്ചയിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാടുകൾ തന്നെയായിരിക്കും ഒരു വെടിനിർത്തലിന് അനുകൂലമായിട്ടോ അതല്ലെങ്കിൽ എതിരായിട്ടോ മാറുന്ന ഘടകം. ആ കാര്യം തിരിച്ചറിഞ്ഞു കൊണ്ടാണ് തങ്ങളുടെ പങ്കാളിത്തം തൽക്കാലം ഉണ്ടാവുകയില്ല. അതേസമയം മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് തങ്ങൾ ആശയവിനിമയം നടത്തും എന്ന് ഹമാസ് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നു. ഏതായാലും നാളത്തെ ചർച്ച വളരെ നിർണായകമായിരിക്കും. പെട്ടെന്ന് നാളെ തന്നെ ഒരു തീരുമാനം ഉണ്ടാവുകയില്ല. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചയിലൂടെ ഈ ഗസയിൽ നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ 40,000 പേർ കൊല്ലപ്പെട്ട ഒരു യുദ്ധത്തിന് ഒരു പര്യവസാനം ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചർച്ചക്കാണ് നാളെ തുടക്കം കുറിക്കാൻ പോകുന്നത്. സൈഫുദ്ദീൻ.